Hi all, welcome back to Dr. Amrita Ramesh. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആണിരോഗം എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മളെ കാലിലൊക്കെ കോൺസ് എന്നൊക്കെ പറയില്ലേ നമ്മള്, ആണിരോഗം, അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ബിഫോർ സ്റ്റാർട്ടിങ് നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് മുടങ്ങാതെ കിട്ടുകയുള്ളൂ കേട്ടോ. പല ആൾക്കാർക്കും അങ്ങനെ കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് മിസ്സാവുന്നുണ്ട്. സോ എന്തായാലും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ കോൺസ് എന്താണെന്നുള്ള പറയാം. കോൺസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ആണിരോഗം എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആണിരോഗം എന്ന് പറയുമ്പോൾ നമുക്ക് കാലില്, നമ്മുടെ ഫൂട്ടില്, നമ്മളുടെ കാലിന്റെ ടോസ് ഇല്ലേ, വിരലുകൾ, അതിന്റെ അവിടെ ഒക്കെ ആയിട്ട് അടിഭാഗത്തൊക്കെ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ കോൺസ് എങ്ങനെയായിരിക്കും? വളരെ ഹാർഡായിട്ട്, വളരെ തിക്കായിട്ട്, ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു ലെയർ നമ്മുടെ സ്കിന്നിന്റെ അവിടെ ഒരു ലെയർ ആയിട്ട് അവർ കട്ടി പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണിത്. അപ്പൊ ഇത് കൂടുതൽ എങ്ങനെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ, നമ്മൾ ഒരുപാട് ഒരയുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരുപാട് പ്രഷർ കൊടുക്കുന്ന ഒരു ഏരിയ. നമ്മുടെ കാലിൽ നമ്മൾ നടക്കുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് ബാലൻസ്ഡ് ആയിട്ടല്ല നടക്കുന്നെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം, നമ്മുടെ ചെരുപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചില ഭാഗത്ത് മാത്രം ഇങ്ങനെ ഓവറായിട്ട് കുഴിഞ്ഞിരിക്കും. അപ്പൊ ആ ഭാഗത്തൊക്കെ നമ്മൾ ഓവറായിട്ട് പ്രഷർ കൊടുക്കുന്നെങ്കിൽ നമ്മുടെ കാലിൽ ഈവൻലി നമ്മൾ പ്രഷർ സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ ഒരൊറ്റ പോയിന്റിൽ കുറച്ചധികം പ്രഷർ ചെലുത്തുന്നതായിട്ട് കാണും. അത് ചെരുപ്പുകൾ ഇട്ട് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ചെരുപ്പിൽ നോക്കിയാലും കാണാൻ പറ്റും, കുറച്ചധികം പതിഞ്ഞിരിക്കുന്ന ഒരു ഏരിയ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഫ്രിക്ഷനോ പ്രഷറൊക്കെ വരുന്ന സമയത്താണ് ഈ ഒരു കോൺ അല്ലെങ്കിൽ ആണിരോഗം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ച് ഞാൻ പറഞ്ഞു, വളരെ തിക്കായിട്ട് ഹാർഡൻഡ് ആയിട്ടുള്ള സ്കിന്നിന്റെ ലെയർ ആയിട്ടാണ് അത് കാണുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോഡീന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഒരു മെക്കാനിസം പോലെയാണ് ഈ സംഭവം. അതായത് നമ്മുടെ ഉള്ളില്, നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലത്തെ ടിഷ്യൂസിനൊക്കെ എന്തെങ്കിലും ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറമേലുള്ള പെരിഫറിയിലുള്ള സ്കിന്ന് നമ്മൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട്, ഉള്ളിലത്തെ ടിഷ്യൂസിനൊന്നും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ഈ കോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാർഡ് ആയിട്ട് അപ്പിയറൻസ് ഉണ്ടാവും, സോഫ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും, പിന്നെ സീഡ് കോൺസ് എന്നുള്ള രീതിയിലും കാണാം. ഹാർഡ് കോൺസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കാണപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോസിൽ, നമ്മുടെ ഓരോ വിരലുകൾ അതിന്റെ ടോപ്പിലായിട്ടോ അല്ലെങ്കിൽ എഡ്ജസിലായിട്ട്, നമ്മുടെ ചെറിയ വിരലിന്റെ ഒക്കെ എഡ്ജസിലൊക്കെ ആയിട്ടായിരിക്കും ഹാർഡ് കോൺ കാണുന്നത്. സോഫ്റ്റ് കോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ വിരലുകളുടെ ഒക്കെ ആ ഗ്യാപ്പിലില്ലേ, ആ ഒരു ഗ്യാപ്പിലായിട്ടായിരിക്കും നമ്മളെ കാണുന്നത്. അത് വളരെ സോഫ്റ്റ് ആയിരിക്കും. ആ ഒരു വേർഡ് പറയുമ്പോൾ തന്നെ സോഫ്റ്റ് കോൺസ് എന്ന് പറയുന്നത് തന്നെ വളരെ സോഫ്റ്റ് ആയിരിക്കും, കുറച്ച് റബ്ബറി ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. മറ്റേതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡായിരിക്കും, കുറച്ചധികം എന്താ പറയുക, ഒരു ചിലപ്പോൾ കളർ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാം, നടുവിലൊരു ചെറിയൊരു ഇതുപോലെയൊക്കെ കാണാം, എന്താ പറയുക, ഒരു ഹോള് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. കുറച്ചധികം കട്ടിയായിട്ടിരിക്കും. സോഫ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും സോഫ്റ്റർ ആയിരിക്കും, അതിന് മോയ്സ്ചർ കണ്ടന്റ് ഉള്ള രീതിയിൽ തന്നെ ആയിരിക്കും അത് കാണപ്പെടുന്നത്. സീഡ് കോൺസ് എന്ന് പറയുമ്പോൾ വളരെ ടൈനി ആയിട്ട് നമ്മുടെ ഫൂട്ടിനടിയിൽ കാണുന്നത്, അത് ഫൂട്ടിന്റെ ബോട്ടം ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്, അപ്പൊ അതിൽ ഒരു കോഴ്സാണ് ഇൽ ഫിറ്റിംഗ് ഷൂസ് എന്ന് പറയുന്നത്. നമ്മൾ പാകല്ലാത്ത ചെരുപ്പുകൾ, അല്ലെങ്കിൽ ചില ആൾക്കാർ വളരെ കോണിച്ച ഷേപ്പിലുള്ള ഷൂസ് പോലത്തെ ഒക്കെ ഇടില്ലേ, ലേഡീസ് ഒക്കെ ഇടുന്നത് പോലെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫോമൽ ആയിട്ടുള്ള പാൻസിന്റെ കൂടെയൊക്കെ ആണുങ്ങൾ ഇടാറുള്ള ഒരു കോൺ ഷേപ്പിലൊക്കെ ഉള്ള ഷൂസ്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷൂ, പാകല്ലാത്ത ഷൂകൾ, ചെരുപ്പുകളൊക്കെ ഇടുന്ന ആൾക്കാർ അത് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ചില ആൾക്കാർ ബെയർ ഫുട്ട്, കാലിൽ ഒന്നും തന്നെ ഇടാതെ, ചെരുപ്പൊന്നും ഇല്ലാതെ വെറുതെ അതായത് നമ്മൾ മണ്ണിലോ അല്ലെങ്കിൽ പുറമേലൊക്കെ നടക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ എന്തെങ്കിലും ടോ ഡിഫോമിറ്റീസ് ഉണ്ടോ എന്നുള്ളത്, പിന്നെ അബ്നോർമൽ ആയിട്ടുള്ള ഗേറ്റ്, നമ്മൾ നടക്കുന്നതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി, ഇങ്ങനെ വളഞ്ഞ് ചരിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തേക്ക് കുറേ പ്രഷർ കൊടുത്ത്, അല്ലെങ്കിൽ ഇപ്പം മോഹൻലാലിന് എക്സാമ്പിൾ മാത്രം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്, ചരിഞ്ഞ് ഇങ്ങനെയല്ല നടക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഒരു ഭാഗത്തേക്ക് ഒരുപാട് പ്രഷർ, അല്ലെങ്കിൽ ഒരു കാലിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലിലേക്ക് ഓവർ പ്രഷർ, ഒരു സൈഡിലേക്ക് ഒരു പ്രഷർ, അങ്ങനെ എന്തെങ്കിലും ഫ്രിക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് വരാം. പിന്നെ ചില ആൾക്കാരിൽ സോക്സ് ഇടാതെ ഷൂസ് ഇടാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോക്സ് ഇടാതെ ഷൂസ് ഇടുന്ന ആൾക്കാരിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ ഇതിന്റെ സിംറ്റംസ് ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റേസ്ഡ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള ഇങ്ങനെ ബമ്പ് പോലെ കാണാം. ഭയങ്കര പെയിൻ ആയിരിക്കും കേട്ടോ, ചില ആൾക്കാർക്ക് വളരെ അസഹനീയമായിട്ടുള്ള പെയിൻ ആയിരിക്കും. അത് പ്രത്യേകിച്ച് തൊടുന്ന സമയത്ത് അല്ലെങ്കിൽ ചവിട്ടുന്ന സമയത്തൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും, സ്കിന്നിന്റെ ഉൾഭാഗത്തുനിന്നേ പെയിൻ അറിയുന്ന പോലെ തോന്നും. ഇതെങ്ങനെ കാണപ്പെടാ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലേക്കി ആയിരിക്കും, നമ്മളിങ്ങനെ ചുരണ്ടിയാ പോരുന്ന രീതിയിലൊക്കെ നമുക്ക് ചിലപ്പോൾ കണ്ടുനിരിക്കാം. വാക്സി ആയിട്ടുള്ള അപ്പിയറൻസ് ഒക്കെ ആയിരിക്കും സ്കിന്നിന്. പിന്നെ നമുക്കത് മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാന്നുണ്ടെങ്കിൽ സാൽസിലിക് ആസിഡിന്റെ പാച്ചസ് ഒക്കെ ഉണ്ടാവും, അത് യൂസ് ചെയ്യുന്നത് കുറച്ച്
റിസൾട്ടൊക്കെ തരാറുണ്ട്. പിന്നെ ഉള്ള വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെയും പഴക്കം ഇസ് എ മാറ്റർ. ഓക്കെ, കുറേ കാലമായിട്ട് ലെഫ്റ്റ് അൺട്രീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് അവരുടെ ട്രീറ്റ്മെന്റ് കാലാവധി. ഇറ്റ് ഡിപ്പെൻസ്, വി ക്യാൻ നോട്ട് ഇത്ര കാലത്തിനുള്ളിൽ എന്നുള്ളൊരു പ്രോമിസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒബ്വിയസ്ലി മാറും. പ്രത്യേകിച്ച് ഹോമിയോ മെഡിസിനിൽ അതിന് ഭയങ്കരമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. സോ അത് എടുക്കേണ്ട രീതിയിൽ എടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ കാല് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടിട്ട് അതൊരു പിമിക് സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന്, അതും ഭയങ്കര ഹാർഡായിട്ട് ഒരിക്കലും ചെയ്യരുത്. വളരെ ജെന്റിലായിട്ട് സോഫ്റ്റ് ആയിട്ട് മാത്രം അതിൻ്റെ ഔട്ടർ കോർണേഴ്സ്, ലൈക്ക് അതിൻ്റെ ഔട്ടർ ഭാഗത്തൊന്ന് വെറുതെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്ന രീതിയിൽ മാത്രം ചെയ്യുക. ചില ആൾക്കാരുണ്ട് അതിങ്ങനെ ഒരച്ച് പൊട്ടിക്കുന്ന രീതിയിൽ ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അങ്ങനെ ചെയ്യരുത്. പിന്നെ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാം, റെഗുലർലി മോയ്സ്ചറൈസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിറ്റ്, നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള, പ്രോപ്പർലി ഫിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചെരുപ്പുകൾ, ഷൂസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ഡയബറ്റിസ് ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് കേട്ടോ. സർക്കുലേഷൻ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയബറ്റീസിന്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇളം ചൂടുവെള്ളത്തിൽ, കുറച്ച് സോപ്പി ആയിട്ടുള്ള വെള്ളത്തിൽ കുറച്ചൊരു 10 to 15 മിനിറ്റ്സ് നമുക്ക് മുക്കി വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ വളരെ കുറച്ച് ടേമറിക് ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് മുക്കിയിടാം. അപ്പോൾ ഇൻഫെക്ഷൻസ് വരുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തടയാൻ പറ്റും. ചില കേസുകളിലൊക്കെ എന്തുണ്ടാവും അറിയോ, നമുക്ക് നോർമലി ഒരു തഴമ്പ് വന്ന് അത് ഒരഞ്ഞൊരഞ്ഞ് ഒരുപാട് ഫ്രിക്ഷൻ വരുമ്പോൾ ഒരു തഴമ്പ് വരും. നമ്മൾ സൈക്കിൾ ഓടിക്കുക അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ഫിസിക്കൽ എക്സേർഷനൊക്കെ, ഫിസിക്കലി പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ തഴമ്പുണ്ടാവും. കയ്യിൻ്റെ കാര്യമാണ്, കാലിലായാലും സെയിം വേ ഉണ്ടാവും. അപ്പം അങ്ങനെ തഴമ്പ് വരുന്ന ആൾക്കാർക്ക് അത് നമ്മൾ കാലസ് ഫോർമേഷൻ എന്ന് പറയും. ഈ കാലസ് ഫോർമേഷൻ ആണ് പിന്നീട് നമുക്ക് കോൺസ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. ഇപ്പൊ കോൺസ് വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ക്രാക്ക് പോലെ വന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻസ് വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. അതായത് ഇളം ചൂടുവെള്ളത്തിൽ ഒരിത്തിരി കല്ലുപ്പ്, ഒരിത്തിരി മറ്റേ മഞ്ഞൾപ്പൊടി, കറി ഉണ്ടാക്കുന്ന പോലെ കുറേയൊന്നും ഇടണ്ട, ഒരു പൊടിക്ക് മാത്രം ഇടുക. ജസ്റ്റ് അതിലൊന്ന് മുക്കി വെക്കുക. ഓക്കെ, കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം എടുക്കുക, ക്ലീൻ ആക്കി അങ്ങനെ ചെയ്യുക. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ, അത് ഇൻഫെക്ഷൻ വരുന്നതിന് തടയും. അത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ചിലപ്പോൾ അതൊരു വാട്സ് രീതിയിലൊക്കെ നമുക്ക് ചിലപ്പോൾ കോൺസ് നമ്മൾ ഇത് കോണാണ് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് ചിലപ്പോൾ അത് വാട്സ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വാട്സ് എന്ന് പറയുന്ന അരിമ്പാറ എന്ന് പറയുന്നത് അതിന്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണ്ട പോലെ, ഒരു ബമ്പ് പോലെ ഉണ്ടാവും. അതിന്റെ ഫുള്ള്, അതിന്റെ ആ പ്രതലം മൊത്തം ഒരു കറുത്തതോ അല്ലെ ഗ്രേഷ് ആയിട്ടുള്ള കുറെ ഡോട്ട് പോലെ ഉണ്ടാവും. ഇങ്ങനെയാണ് നോർമലി നമ്മൾ ഒരു വാട്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുഡ് വെയർ ഇടുക. ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഹൈ ഹീൽസ് ഉള്ള ഷൂസോ ചെരുപ്പുകളോ ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ചില കേസുകളിൽ ഈ കോൺസ് തീരെ തന്നെ ബെറ്റർ ആകുന്നില്ല, അത് കുറച്ചുകൂടി പെയിൻഫുൾ ആകുകയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഫെക്ഷൻ കയറിയ രീതിയിൽ അത് അപ്പിയർ ചെയ്യുക, ഒരു മഞ്ഞപ്പ് രീതിയിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ഹോമിയോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള നല്ല രീതിയിലുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ എനിക്ക് തന്നെ പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കൊടുക്കും, അത് പെട്ടെന്ന് തന്നെ ഹീലാവാറുണ്ട്. അവർക്ക് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാറുണ്ട്. ഇപ്പൊ കാലപ്പഴക്കം കുറേ വർഷങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, അതായത് കുറേ കാലമായിട്ട് ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി അധികം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ചില ആൾക്കാർക്ക്, മിക്ക ആൾക്കാരിലുള്ള ഒരു ഡൗട്ടാണ്, ഇപ്പൊ നമ്മളൊരു ചെരുപ്പിട്ടു അല്ലെങ്കിൽ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന സോക്സ് അല്ലെ എന്തോ ആയിക്കോട്ടെ കേട്ടോ, ഇപ്പോ നമുക്ക് ഈ കോൺസ് എന്ന് പറയുന്നത് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്പ്രെഡ് ആവുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിക്കാറുണ്ട്. കോൺസ് ഞാൻ പറഞ്ഞതുപോലെ സ്പ്രെഡ് ആവുന്ന ഒരു കാര്യമല്ല. അതിൽ വൈറൽ ഇൻഫെക്ഷൻ വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴാണ് ആ ഒരു വൈറസ് ആണ്, ആ ഒരു ഇൻഫെക്ഷൻ ആണ് നമുക്ക് സ്പ്രെഡ് ആവുക. അതല്ലാതെ കോൺസ് ആസ് സച്ച് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. അത് ഇൻഫെക്ഷൻ ഒന്നും, അത് ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പ്രെഡിങ് വരത്തില്ല. ഓക്കെ, അത് ടെൻഷൻ വേണ്ട. ഇത് വരുന്ന എന്തുകൊണ്ടാ, വെറും ഫ്രിക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ പ്രഷർ ഓവർ ആവുന്നത് കൊണ്ടോ, ആ ഒരു പോയിന്റിലേക്ക് പ്രഷർ കൂടുന്നത് കൊണ്ടോ മാത്രമായിട്ട് വരുന്നതാണ് ഇത്. പിന്നെ ഈ കോൺസ് ഇരിക്കുക, ഒരു കോൺ ഇരിക്കുക തന്നെ നമ്മുടെ ഈ പ്രഷർ പോയിന്റ്സ് അല്ലെങ്കിൽ അത് പ്രഷർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഫ്രിക്ഷന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തില്ല അല്ലെങ്കിൽ അതിലൊരു ഓൾട്രേഷൻ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വേറെ ഏതെങ്കിലും സ്ഥലത്ത് കോൺ വരാൻ ചാൻസ് ഉണ്ട്. അത് റിയൽ സ്പ്രെഡ് കാരണമല്ല. പിന്നെ ചില കേസിൽ നിങ്ങൾ വിചാരിക്കും അത് കോൺസ് ആയിട്ട് അതിനങ്ങനെ ഇട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്പ്രെഡ് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ചിലപ്പോൾ വാട്സിന്റെ രീതിയിലേക്ക് ആയിരിക്കാം. അതിൽ വരുന്ന ഒന്നാണ് പ്ലാന്റോ വാട്സ് എന്ന് പറയുന്നത്. പ്ലാന്റോ വാട്സ് എന്ന് പറയുന്നത് വൈറസിന്റെ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും അത്ലറ്റ്സ് ഫൂട്ട് എന്നൊക്കെ പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ സ്പ്രെഡ് കാണാറുണ്ട്.
സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അവരിലേക്ക് ഇത് അയച്ചു കൊടുക്കാം. ആൻഡ് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ കേസുകൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആയിട്ടുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഹോം റെമഡീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തിട്ട് അല്ലെങ്കിൽ അത് വേറെ ഒന്നും ഹോം റെമഡീസ് ഒന്നും ചെയ്തിട്ട് വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതിൽ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.